ഹലോ, ഗുഡ് ഈവനിങ്. നല്ല മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാഗ്രഹം, നമുക്ക് നല്ല ചൂട് പാൽച്ചായയും പഴംപൊരിയും കഴിച്ചാലോ. പഴംപൊരിക്ക് കുറച്ച് മൈദമാവ് എടുത്തിട്ടുണ്ട്, കുറച്ച് അരിപ്പൊടി, ഒരു 2 ടീസ്പൂൺ പഞ്ചസാര, ഒരു അല്പം ഉപ്പ്, അല്പം കളറില്ലെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്താലും മതിയിട്ടാ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി അടിപൊളിയായിട്ട് മിക്സ് ആക്കി എടുക്കണം. അത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയും ചെയ്യാം. ഞാൻ മിക്സിയിൽ ഇട്ടിട്ടില്ല കേട്ടോ. ഇനി പഴം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത് 2 രീതിയിൽ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യാം. ഇതന്നെ പഴത്തിൻ്റെ നടു മുറിച്ചിട്ടും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നൈസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊലി കളയാണ്ട്, പഴത്തിൻ്റെ തൊലി കളയാണ്ട് ഇതുപോലെ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത പക്ഷേ എനിക്ക് ഫസ്റ്റ് ചെയ്തതാണ് ഇഷ്ടം കേട്ടോ. ഞാൻ അതുപോലെയാണ് കൂടുതലും ചെയ്യാറുള്ളത്. ഇതുപോലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനിടക്ക് ഈ മാവും പഴവും റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ചായ ഉണ്ടാക്കാനുള്ള പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു പാക്കറ്റ് പാലിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 കപ്പ് ചായക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ അടുപ്പത്ത് പാലും വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ മധുരം കടുപ്പത്തിനനുസരിച്ച് പൊടിയുടെ അളവും ഇതൊക്കെ മാറ്റം വരുത്താം. എന്തായാലും പഴം പൊരിക്കാൻ അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചായയും പഴംപൊരിയും ഒരുമിച്ച് നമുക്ക് കുടിക്കാനായിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 2 കൂടി ഒരുമിച്ചുകൊണ്ട് ഇറങ്ങുക, അല്ലെങ്കിൽ ഒന്നും ചെയ്ത് ബാക്കിയുള്ളതിന് കാത്തിരിക്കേണ്ടത്. നല്ല അടിപൊളി പാൽ ചായ റെഡി ആയിട്ടുണ്ട്, അടിപൊളി പഴംപൊരിയും.